ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. രാവിലെ ചാറ്റൽ മഴയാണ്, കോടയൊക്കെ പിടിച്ച് നടന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റി, ഭയങ്കര ആവേശമുണ്ടായ ഒരു വീഡിയോ ചെയ്യാം. പക്ഷെ കുട കയ്യിരിക്കുന്നതുകൊണ്ടേ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് പോർച്ചിലിരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. പ്രിയമുള്ളവർ, ഇത് ഒരു 4 തൊട്ട് എൻ്റെ മനസ്സിൽ തിങ്ങി വീഴുന്നൊരു വികാരമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. സാറിൻ്റെ മോർണിംഗിൽ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ മുമ്പ് ചുമ്മാ വീഡിയോ ഒക്കെ മുംബൈയിലൊക്കെ എടുത്ത് നോക്കും, വേൾഡ് ന്യൂസൊക്കെ അറിയാം. അന്നേരം ഒരു വീഡിയോ, ഒരു മെസ്സേജ് കണ്ടുകൊണ്ടാണ് എനിക്ക് ഇത്രയും പാഷൻ ഉണ്ടായത്. എനിക്ക് അത് നെഗറ്റീവ് മെസ്സേജ് കണ്ടത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു 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 ശക്തി ഉണർന്നു. സത്യം മനുഷ്യൻ അറിയുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ KP യോഹന്നാൻ സാർ, അദ്ദേഹം ബിഷപ്പ് യോഹാൻ അല്ലേ, യോഹാനായിട്ടാണ് പേര് മാറിയതൊക്കെ. ഇതെല്ലാം അദ്ദേഹത്തിന് ഒരു EDയുടെ പരിശോധന വരുന്നതിന് വരെ ഇത്രയും എതിർപ്പില്ലായിരുന്നു. EDയുടെ ഒരു ഇൻസ്പെക്ഷൻ വന്നു, വേറെ ബോർഡ്സും അക്കൗണ്ട്സും ഒക്കെ ചോദിച്ചപ്പോഴാണ് സാധാരണ ജനങ്ങളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത്. അത് വളരെ അടുത്ത് നിന്ന് അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിലാണ് ഞാനിത് പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കിയേ, നമ്മളെക്കാൾ എത്രയോ സാധാരണക്കാരനായിരുന്നു ഒരു കുടുംബത്തിൽ ഒരു താറാവ് കൃഷിക്കാരനാണ് പറയുന്നത്. താറാവ് കൃഷിയാണോ ക്ഷീര കർഷകനാണോ എനിക്കറിയില്ല. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചിട്ട് ഈ 72 വയസ്സിനിടയിൽ അദ്ദേഹം നേട്ടം കൊയ്തെങ്കിൽ ആ നേട്ടം നമ്മൾ ആദരിക്കേണ്ടതല്ലേ? ദൈവസഹായമില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം എത്രയോ കാലം ഒരു പാസ്റ്ററായിരുന്നു. ഒരു സാധാരണക്കാരനായിട്ട് റേഡിയോയിലൂടെ നമുക്ക് പ്രഭാഷണം നടത്തി. ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്, എൻ്റെ വൈഫിൻ്റെ അപ്പൻ്റെ അപ്പാപ്പൻ ചേട്ടനാണോ സ്കറിയ പുറത്തെ പറമ്പിൽ പാസ്റ്ററാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് പറയുമ്പോൾ സമയത്ത് ഞാൻ സർക്കാർ സർവീസിൽ LD ക്ലർക്ക്, എൻ്റെ ശമ്പളം 332 ആണ്. ആ സന്ദർഭത്തിലാണ് പറയുന്നത് 500 രൂപ വെച്ച് എല്ലാ മാസവും 700-ഓളം ഇതുപോലെയുള്ള ദൈവമക്കൾക്ക് അയാൾ അയച്ചു കൊടുക്കുന്നുണ്ടെന്ന്. പുള്ളി വലിയ അഭിമാനത്തില്ല. എന്നിട്ട് പുള്ളി അതിൽ നിന്ന് പൈസ നോട്ടീസൊക്കെ അടിച്ച് ഇതിലെല്ലാം വിതരണം ചെയ്ത് സാധാരണ പാസ്റ്റർ, പക്ഷേ അത്യപൂർവമായ സിദ്ധിയുള്ള പാസ്റ്ററായിരുന്നു. ഒരു ലളിതമാണ് ജീവിതമെല്ലാം. അദ്ദേഹം അധ്യാപകനായിരുന്നു. അധ്യാപകവൃത്തിക്ക് ശേഷമാണ് അത് കളഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ ഇതുപോലെ വന്നു. അപ്പോൾ ഞാനിപ്പം ദൈവമല്ലേ അതൊന്നും പ്രകീർത്തിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഉയർന്ന് സാധാരണക്കാരിൽ ഉയർന്ന അസാധാരണക്കാരനായി മാറിയ ഒരു വ്യക്തിയാണ് ഈ പാസ്റ്റർ KP യോഹന്നാൻ അല്ലെങ്കിൽ ബിഷപ്പ് യോഹാൻ. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിൽ ഇപ്പം 350 വലിയ സ്ഥാപനങ്ങൾ, ഇപ്പം ബിലീവേഴ്സ് ആശുപത്രി തന്നെ നമുക്കറിയാം, മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. അതുപോലെ ഒത്തിരി സ്ഥാപനങ്ങളുടെ ഉടമ. അമേരിക്കയിൽ അദ്ദേഹം ഈ അപകടം ഉണ്ടാകും പറഞ്ഞിട്ടില്ല, 650 ഏക്കറുള്ള ഒരു പ്രോപ്പർട്ടി, ഒരു കോളേജ് എല്ലാം ഉള്ളൊരു പ്രോപ്പർട്ടി, അതൊക്കെ ഇങ്ങനെ ആർജിച്ച് ഇപ്പം അദ്ദേഹം ഉയർന്ന എത്ര നിൽക്കും. നമ്മളിപ്പം ഞാനിത് പറയാൻ കാര്യം, ഒരു സ്നേഹിതർ ഇത് പറഞ്ഞു, ഒരു മെസ്സേജ് കണ്ടോണ്ട അദ്ദേഹം ഇതുപോലെയൊക്കെ പറഞ്ഞ് ഉയർന്ന എന്തായാലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി? ഞാൻ ഗവൺമെൻറ് ഓഫീസറാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇതുവരെ ഒരാൾക്കൊരു ഭവനം വെച്ച് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. കുറേയൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, പറ്റിയിട്ടില്ല. പക്ഷേ ഇദ്ദേഹമോ ആയിരക്കണക്കിന് പേർക്ക് ഭവനം വെച്ച് കൊടുത്തു, കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഇപ്പം ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ചെന്ന് എനിക്ക് വരുമാനമില്ല എന്ന് പറഞ്ഞാൽ അവിടെ അത് ചെയ്തു തരാനുള്ള ഒരു സ്കീം അവിടെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സാധുക്കളെ സഹായിക്കുന്ന ഒത്തിരി സ്കീം അവിടെ ഉണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. എൻ്റെ വൈഫിൻ്റെ ഒരു ഓപ്പറേഷൻ ഞാൻ അവിടെ നടത്തിയപ്പം കോട്ടയത്തേക്ക് 5 ലക്ഷം രൂപ പറഞ്ഞൊരു ഓപ്പറേഷൻ, ബിലീവേഴ്സിൽ 2 എല്ലാം കൂടെ 3 ചില്ലറ ആയുള്ളൂ ചെയ്തത്. അത് അപ്പം ആ സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലാവും അവിടുത്തെ ആ ക്യാൻറ്റീൻ്റെ ഇതൊക്കെ എത്ര നല്ല ഒന്നാമത്തെ സൂപ്പർ ഭക്ഷണം അവിടെ കൊടുക്കുന്നത്. ആ ക്യാൻറ്റീനിൽ കൂടി ഒരിക്കൽ പോകുമ്പം ഈ പാസ്റ്റർ അതിൽ നടന്നു പോകുന്നുണ്ട് സാധാരണക്കാരനെ പോലെ. അന്നേരം അദ്ദേഹം ബിഷപ്പ് ഒരു കുരിശൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിത് ആരും പരിവാരങ്ങളൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ നടന്ന് ക്യാൻറ്റീനിൽ കൂടെ നടന്നു പോവുക. വലിയ ക്യാൻറ്റീനാണ് കേട്ടോ, ഒരു 1/2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് വലിയ ക്യാൻറ്റീനാണ്, ഫുഡിൻ്റെ ഒരു കലവറയാണത്. അതുപോലെ അവിടെ ചെന്ന് നമുക്ക് ഒരു അഭിഷേകത്തിലാണ് നമ്മളവിടെ നിൽക്കുന്നതൊക്കെ. ഓപ്പറേഷൻ കഴിഞ്ഞ് പോന്നു. ഞാനൊരു പെന്തക്കോസ്തുകാരനൊന്നുമല്ല, തെറ്റിദ്ധരിക്കരുത് ആരും. മീശ കാണുമ്പോൾ അറിയാമല്ലോ
പക്ഷേ ഒരു മനുഷ്യ സ്നേഹിയ, സാധുക്കളോട് സ്നേഹമുള്ള മനുഷ്യൻ, അതേ ഉള്ളൂ. അത് ഞാൻ പറയുന്നത് തെറ്റാണ് എങ്കിലും ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ യോഹന്നാൻ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറ് നേടിയ നേട്ടമെന്ന് പുറത്തുനിന്ന് ചോദിക്കുക. പുള്ളി ഇതൊന്നും ബാങ്കിലിടുക ഒന്നുമല്ല ചെയ്തത്. അദ്ദേഹം അത് സാധാരണക്കാരുടെ വിതരണം ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോയത്. അദ്ദേഹം വിവാഹം കഴിച്ചത് ഞാൻ പഠിച്ച ശരിയാണെങ്കിൽ ഒരു ജർമ്മൻകാരിയാണ്. അവരും സുവിശേഷ പ്രവർത്തകയായിരുന്നു. പക്ഷേ അവരുടെ അപ്പൻ ഒരു വലിയ കപ്പൽ വ്യവസായിയായിരുന്നു. കോടിക്കണക്കിന് രൂപ അയാളുടെ 10% ഇവർക്ക് കൊടുത്തിരുന്ന പോലും 40,000 ലക്ഷം കോടിയൊക്കെ ആയിരുന്നു. അതുപോലായിരുന്നു. ഇത്രയും വലിയ റിച്ചായിരുന്നു. നമ്മൾ ആ റിച്ച്നെസ്സിനെ പറ്റിയൊന്നും അല്ല പറയാൻ വന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഷെയർ ചെയ്തുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ അവസരങ്ങളും സ്നേഹവും എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് എല്ലാവരെയും ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോയത്. ഇത് പറയാതിരുന്നാൽ അത് ശരിയാകത്തില്ല. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണക്കാരനായൊരു മനുഷ്യൻ നേടിയെടുത്തതാണ്. നമ്മുടെ നാട്ടിലൊക്കെ പണക്കാരെ കണ്ടിട്ടുണ്ടല്ലേ, 1, 2, 3, 4, 5, 10 കോടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വലിയ ധനികനാന്ന് പറഞ്ഞ്. ഇത് അമേരിക്കയിൽ 650 ഏക്കർ എന്ന് പറയുമ്പോൾ എത്ര കോടി വരും? അതുപോട്ടെ, നമുക്ക് ഇതെല്ലാം അദ്ദേഹത്തെ കൂടുതൽ നിസ്സാരനാക്കുകയായിരുന്നു. ഈ KP യോഹൻ എന്ന് പറയുന്ന ബിഷപ്പ് യോഹൻ എവിടെയെങ്കിലും അഹങ്കാരത്തോടെ തലയുയർത്തി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും അന്തം വിട്ടു പോയിട്ടുണ്ട്. ഇത്രയും വലിയ മനുഷ്യൻ, ഒരു മെഡിക്കൽ കോളേജിൻ്റെ സ്വന്തമായൊരു മനുഷ്യൻ, ഒരു കുപ്പായും ഒരു നമ്മുടെ BJPക്കാർ കിട്ടുന്ന കാവി കുപ്പായൊക്കെ ഇട്ടിങ്ങനെ സിമ്പിളായിട്ട് നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്, ഇതൊരു വലിയ മനുഷ്യനാണല്ലോ. തീർച്ചയായിട്ടും ആ മനുഷ്യൻ്റെ ശവസംസ്കാരം നാളെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാനത് ഇന്ന് പങ്കെടുക്കാൻ പോകുന്നുണ്ട്. നിങ്ങളെ ക്ഷണിക്കുകയാണ്. കാരണം ഒരു നൂറ്റാണ്ടിൽ ഇദ്ദേഹത്തെ പറ്റി പഠിക്കുമ്പോഴാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാൻ പോകുന്നത്. ഒരു വലിയ മനുഷ്യനെ കാണാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഒന്ന് പോകാൻ പറ്റിയിരുന്നു. പിന്നെ നമുക്ക് നഷ്ടം വരരുത്, പോയി കാണണം, ഒരു സല്യൂട്ടൊക്കെ കൊടുക്കണം. കാരണം ജീവിതത്തിൽ അത്രയധികം നേട്ടങ്ങൾ കൊയ്തെടുത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഓർക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നതേ, പണ്ട് യേശുവിനോട് ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, ദൈവനാമത്തിൽ ഒരുവൻ രോഗികളെ സുഖപ്പെടുത്തുന്നു, അപ്പം അവനെ തടയട്ടെ എന്ന് ചോദിക്കുക. അപ്പം ഈശോ പറയുന്നുണ്ട്, നമ്മുടെ ശത്രു അല്ലാത്തവരെല്ലാം നമ്മുടെ മിത്രമാണ്, അവനെ തടയേണ്ടാകും. ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ്. എന്നാലും പെന്തക്കോസ് ഇതിലായിരുന്ന അദ്ദേഹത്തെ പറ്റി ഇങ്ങനെയൊക്കെ പറയും, നിങ്ങൾ ഓർക്കുന്നത് എന്താ? പക്ഷെ ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ആ മനുഷ്യനിലെ ആ ഒരു വ്യക്തി വൈശിഷ്ട്യത, അദ്ദേഹത്തിന് ദൈവം കൊടുത്ത കഴിവ് എത്രത്തോളം ഈ നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ്. ഈ തരുണത്തിൽ ഒരു കാര്യം കൂടെ ഓർക്കുകയാണ്. കോട്ടയത്ത് ഒരു പോർട്ട് വരാൻ പോവുകയാണ്. ആ പോർട്ട് വരുന്നതിൻ്റെ പിന്നിൽ എയർപോർട്ടാണ്. ബിലീവേഴ്സ് ചർച്ച് ചെയ്ത കാര്യമൊക്കെ പിന്നീട് വരും. അന്നേരം നിങ്ങൾക്ക് റിപ്പൻറ്റ് ചെയ്യാനോ അല്ലയോ വല്ല മനുഷ്യൻ പറയാൻ അവസരം കിട്ടാൻ വന്നേക്കാം ഒരു പക്ഷേ. എന്തായാലും മനസ്സിലാക്കുക, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസമുണ്ട്. അവനെ ദൈവം ഭൂമിയിലേക്ക് വിടുമ്പം അവനെ ചില ചുമതലകൾ ഏൽപ്പിച്ചാണ് പോകുന്നത്. പലരും ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചു പോകുന്നു, ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ ഈ യോഹൻ ബിഷപ്പിനെ സംബന്ധിച്ച്, KP യോഹനെ പാസ്റ്ററെ സംബന്ധിച്ച് എനിക്കൊരു കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിൽ കൊടുത്തിരുന്ന താലന്ത് 100 5 10 അതായത് ചെയ്തു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഒരിക്കൽ ഡൽഹിയിൽ പഞ്ചാബിൽ നിന്ന് ഡൽഹി വന്നൊരു വാഹനത്തിൽ നിന്ന് 1-2 വൈദികരൊക്കെ ഉണ്ടായിരുന്നു. 10-20 കോടി രൂപ കസ്റ്റംസുകാർ പിടിച്ചു. കസ്റ്റംസോ പോലീസോ എന്നിട്ട് കുറേയൊക്കെ അവർ പങ്കിട്ടെടുത്തു. അവസാനം അത് അന്വേഷണം വന്നപ്പം കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ കൊണ്ടുപോയ പൈസ അതെല്ലാം തിരിച്ചെടുത്ത് വന്നപ്പോഴാണ് ഒരു പോലീസ് ഓഫീസർ 4 കോടി അടിച്ചു മാറ്റിയതെന്ന് മനസ്സിലായി. പിന്നെ അയാളെ ഡിസ്മിസ് ചെയ്തെന്ന് തോന്നുന്നു. പണമൊക്കെ സ്വരൂപിച്ചു. ഞാൻ പറഞ്ഞത് യോഹന്നാൻ്റെ ആശുപത്രിയിൽ നിന്ന് പണം ഇങ്ങനെ കണ്ടെത്തുകയൊക്കെ ശരിയാണ്. പണം വരുമ്പോൾ അത് സ്വരൂപിച്ചു അത് കൊണ്ട് വയ്ക്കാറുണ്ട്. അത് ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ, അല്ലാതെ അദ്ദേഹം ബാറ് നടത്തുകയോ മോശമായ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തില്ലല്ലോ. അപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ചേർന്നുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും
കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കണം, കഴിയുമെങ്കിൽ പോയി ഒന്ന് കാണണം. പാവപ്പെട്ടവർ പ്രത്യേകിച്ച് എന്നെപ്പോലെയുള്ള സാധാരണക്കാർ പോയി കാണണം, പ്രാർത്ഥിക്കണം. അദ്ദേഹം ഈ നാടിന് വേണ്ടി ചെയ്തത്, അതായത് വചനമായി ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു എന്നെ സംബന്ധിച്ച് അത്ര പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. എൻ്റെ വിശ്വാസ സാക്ഷ്യങ്ങൾ മറ്റൊന്നും കൂടെ ചേർന്നതാണ്. അദ്ദേഹം പുതിയ നിയമം മാത്രമാണ് അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത്. പഴയ നിയമങ്ങൾ അവിടെ ഞാൻ കണ്ടിട്ടില്ല. ബൈബിളൊക്കെ വെച്ചിട്ടുണ്ട്, പഴയ നിയമം കണ്ടിട്ടില്ല. അപ്പോൾ അത് പകുതിയായുള്ളെന്നുള്ള വിചാരക്കാരനാണ് ഞാൻ. എന്നിരുന്നാലും ആ നല്ല മനുഷ്യനെ പ്രതി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, ഞാൻ ദുഃഖിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പിന്നീട് കാലം പൊക്കിപ്പറയും. ചരിത്രം എപ്പോഴും അങ്ങനെയാണല്ലോ, മഹാന്മാർ ജീവിച്ചിരിക്കുമ്പം ഒന്നും പറയത്തില്ല, പിന്നീട് പറയും. തീർച്ചയായിട്ടും പറയുന്ന കാര്യം യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേരുകയും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്ത് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ചിന്തിക്കാൻ വേണ്ടിയാണ്, വിമർശിക്കാനും തെറി പറയാനും ആരും നിൽക്കേണ്ട, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇറ്റ്സ് മൈ തിങ്കിങ് ആൻഡ് മൈ ബിലീഫ്സ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാന്റാസ്റ്റിക് ഫൈൻ ഡേ. പ്രൈസ് അവർ ലോർഡ്.